ചാലക്കുടി മാർക്കറ്റ് റോഡിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി റവന്യൂ വകുപ്പ് കയ്യേറ്റം കണ്ടെത്തുന്നതിനുള്ള അളവ് ആരംഭിച്ചു. പോലീസ് സ്റ്റേഷൻ റോഡ് മുതൽ നോർത്ത് ജംഗ്ഷൻ വരെയുള്ള മാർക്കറ്റ് റോഡിലാണ് അനധികൃത കയ്യേറ്റമുണ്ടെന്ന് കാണിച്ച് പരാതി ഉയർന്നത്. ഏകദേശം 20 മീറ്ററോളം വീതിയുള്ള മാർക്കറ്റ് റോഡിന്റെ ഇരുവശത്തും വലിയ തോതിലുള്ള കയ്യേറ്റമാണ് നടന്നിരിക്കുന്നത്. പകുതിയിലധികം കയ്യേറ്റം കണ്ടെത്തിയതായി പറയുന്നു. കയ്യേറ്റം കണ്ടെത്തി മാർക്ക് ചെയ്ത് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറുന്നതാണ്. തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് പൊതുമരാമത്ത് വകുപ്പാണെന്ന് റവന്യൂ വകുപ്പ് അധികൃതർ പറഞ്ഞു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പദ്ധതി രൂപീകൃതമായിട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിച്ചതും ഏറ്റവും കൂടുതൽ കൊടുങ്ങല്ലൂർ നഗരസഭ മാത്രമല്ല ഈ മധ്യ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിച്ച ഒരു പദ്ധതി പ്രദേശമാണ് നമ്മുടെ കോട്ടപ്പുറം കായലോരം. ഈ കായലോരം ഏതാണ്ട് 5-8 വർഷത്തോളമായി അവഗണനയുടെ പടുകുഴിയിലാണ്. അവഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്ട് 16ഓളം ബോട്ടുകൾ സർവീസ് നടത്തിയിരുന്നു. ഒരു സെക്കൻഡ് പോലും ഒഴിവില്ലാതെയാണ് ആ ബോട്ടുകളെല്ലാം സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് ആ ബോട്ടുകൾ ഓരോന്നോരോന്നായി ഇല്ലാതെയായി. ഇന്ന് വെറും 2 ബോട്ടായി. ഈ 2 ബോട്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രധാന ദിവസങ്ങളോ എന്തെങ്കിലും വരുമ്പോൾ അതിന് സർവീസ് നടത്താൻ ആളുണ്ടാവില്ല. അതൊരു അവഗണന. നമുക്കറിയാവുന്നതുപോലെ ഈ ആംഫി തിയേറ്റർ ഒട്ടേറെ പൊഴുനിലാവ് പോലുള്ള പരിപാടികളും ഒട്ടേറെ സാംസ്കാരിക പരിപാടികൾ നടക്കുന്ന ഈ ആംഫി തിയേറ്ററിൻ്റെ ചുറ്റും ഒന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം, മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കുന്നു. ഈ ടൈൽ വിരിച്ച ഭാഗങ്ങൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. ഈ പുഴയോരത്ത് കിടക്കുന്ന എല്ലാ ഭിത്തികളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. കൂടാതെ ഡ്രൈനേജ് സിസ്റ്റം ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്തേക്കൂടി അതിൻ്റെ ഉള്ളിലൂടെ പൈപ്പ് ലൈൻ വലിച്ചിട്ട് അതെല്ലാം മണ്ണ് വന്ന് മൂടി ആ ഡ്രൈനേജ് മുഴുവൻ ബ്ലോക്കായിരിക്കുന്നു. ഒരു വിധത്തിലും ആകെ ഇവിടെ പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ ആ പടിഞ്ഞാറ് വശത്ത് കാണുന്ന 2 വേസ്റ്റ് ബിൻ, അതായത് വേസ്റ്റ് ഇടാനുള്ള 2 വേസ്റ്റ് ബിന്നല്ലാതെ ഈ കോട്ടപ്പുറം കായലോരത്ത് ഒരു വികസന പ്രവർത്തനം നടത്തുന്നില്ല. നമ്മൾ കേരള ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കാലഘട്ടമാണത്. ടൂറിസത്തിലൂടെയാണ് നാട് വളരുന്ന കാലഘട്ടമാണത്. ഇത്രയും മാത്രം ജനങ്ങൾ ഇവിടെ വരുന്ന ഈ പ്രദേശത്ത് ഈ നഗരസഭയായാലും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നായാലും ഈ കോട്ടപ്പുറത്തിനോട് എന്തോ പുച്ഛമായ ഒരു മനോഭാവമാണ്. പക്ഷേ കോട്ടപ്പുറത്തിനോടുള്ള മനോഭാവം പുച്ഛമാണെങ്കിൽ തന്നെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ പ്രദേശത്തിന് ഈ കായലോരത്തിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത്. ഇവിടെ ഒട്ടനവധി കടകൾ, ഇവിടെ ഈറ്റ് സ്ട്രീറ്റായിട്ടാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒട്ടേറെ ചെറുപ്പക്കാർ, വളരെ ഒരു 25-26 വയസ്സുള്ള ഒരുപാട് ചെറുപ്പക്കാർ മറ്റു തൊഴിലുകളൊന്നുമില്ലാതെ 10,000, 5,000, 8,000 എല്ലാം രൂപ വാടക കൊടുത്ത് ഒരുപാട് ഐസ്ക്രീം ബാർ, ഒരുപാട് കടകളെല്ലാം ഇട്ടിട്ടുണ്ട്. പക്ഷേ അവർക്കതൊരു വലിയൊരു വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ ആളുകൾ ആകർഷിക്കപ്പെടണം. ആളുകൾ ആകർഷിക്കപ്പെടാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്